എന്താണ് സീക്കൊക്കെ അള്ളാന്റെ ഖുർആൻ ഓതിട്ട് എന്തെല്ലാം പറയുന്നത്? നിങ്ങളൊന്നും പറയല്ലേ? ഞാൻ എന്തെങ്കിലും പറയുന്നില്ല. എന്തെല്ലാം പറയുന്നത്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ മുജാഹിദുകൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. ഈ നുണകൾ പറയാ. ഇതൊന്നും നുണകളല്ല ഉസ്താദേ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ അങ്ങനെ തന്നെ ഓതി നിങ്ങളെ കേൾപ്പിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ് ഓതിയിട്ട് നിങ്ങളെ കേൾപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അർത്ഥം വെച്ച് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ, തദ്ഊന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയാ വിളിച്ച് പ്രാർത്ഥിക്കാറ് മൊയ്ലമാറെ? അവർക്ക് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ബദരീങ്ങൾ, മുഹമ്മദ് നബി, മൊയ്തീശങ്ങൾ, മുനമ്മത്ത ബീബി, കുപ്പസ്വാമി, ഉള്ളാളന്തങ്ങൾ, മറ്റേ അജ്മീർ, നാഗൂർ, ഏർവാടി, മുത്തുപ്പാട്ട അല്ലേ, CM മടവൂർ പോലുള്ളവരല്ലേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാറ്? മാ യംലികൂന മിൻ ഖിത്മീർ, അവർക്കൊരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവില്ല. ഉണ്ടോ ഉസ്താദേ? ഉണ്ടേവേം പറ. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ തെറ്റാണ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ തെറ്റാണ്. കാരണം എന്താ? ഇവർക്കൊക്കെ, മുഹമ്മദ് നബിക്കൊക്കെ ഈത്തപ്പഴക്കുരുവിൻ്റെ പാട മാത്രമല്ല, ഈത്തപ്പഴം മരം, ഈത്തപ്പഴത്തിൻ്റെ പന തന്നെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതിനുള്ള കഴിവ് അവർക്കുണ്ട്. ഉണ്ടോ വലിയവരെ? ഉണ്ടേ പറ. അള്ളാഹ് പറഞ്ഞില്ല എന്നാ? പന പോയിട്ട് ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവ് പോലും അവർക്കില്ല എന്ന്. ഉണ്ടോ ഇല്ലേ? ഇപ്പം പറയണം. മുജാഹിദുകളുടെ പേരിൽ കളവ് പറയുന്നത്. ഇപ്പം പറയണം. അവർക്ക് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനത്തെ കഴിവുണ്ടോ ഇല്ലേ? പറസതേ, മിണ്ടാണ്ട് നിൽക്കരുത്, പറയണം. പിന്നെ നിങ്ങളെ മൊയ്ലാന്മാരുടെ പേരായില്ലേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ? വല്ലദീന തദ്ഊന എന്നാ, വല്ലദീന യദ്ഊനല്ല. അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ല. വല്ലദീന തദ്ഊന, മൊയ്ലമാരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. വല്ലദീന യദ്ഊനല്ല. ഉസ്താദെ ശരിക്കും ശ്രദ്ധിച്ചോ. അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ല. വല്ലദീന തദ്ഊന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് കഴിവുണ്ടോ ഇല്ലേ? പറ ഉസ്താദെ. ഇപ്പം തിരിയൂ. ആരാണ് കളവ് പറയുന്നതെന്ന് ഇപ്പം മനസ്സിലാവും. കഴിവുണ്ടോ? മുഹമ്മദ് നബിക്ക് ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടുണ്ടാക്കാനുള്ള കഴിവുണ്ടോ? മൊയ്തീശങ്ങൾക്കുണ്ടോ? മുനമ്പത്തെ ബീവിക്കുണ്ടോ? കുപ്പസ്വാമിക്കുണ്ടോ? മറ്റേ CM മടവൂരിനുണ്ടോ? ഉണ്ട് എന്ന് ഇപ്പം പറ, എല്ലാവർക്കും കേൾക്കട്ടെ. ബാക്കി ഇതിലപ്പുറം എങ്ങനെയാ തെളിയിക്കണ്ടേ? ഏറ്റവും വലിയ പ്രപഞ്ചത്തെക്കാൾ വലിയ തെളിയിക്കല ഞാൻ തെളിയിച്ചത്. പിന്നെ നിങ്ങൾ അവരെ വിളിച്ചാൽ, ആരെ വിളിച്ചാൽ പറയണം. എന്താണ്? ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ. അടുത്ത വചന. ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഒറ്റ വചനം. എന്താണ്? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവില്ല. ഉണ്ട് എന്ന് വിചാരിച്ചാൽ മൊയ്ലമാർ, ഉസ്താദ്മാർ, നിങ്ങൾ കാഫറായി. അടുത്ത വചനം എന്താ നിങ്ങൾ ഓതിയെ? ഇൻ തദൂഹും. അടുത്ത വചനം, നിങ്ങൾ അവരൊന്ന് വിളിച്ചു നോക്ക്. ആരാ? ബദരീങ്ങളെ, മുഹമ്മദ് നബീനെ, മൊയ്തീശങ്ങളെ, മുനമ്പത്തെ ബീവി, കുപ്പസ്വാമി, മമ്പൃന്തങ്ങൾ, ഉള്ളാൾതങ്ങൾ, CM മടവൂർ. വിളിക്ക്. അള്ളാഹ് പറഞ്ഞ വിളിക്ക്. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിക്ക്. മൊയ്ലമാരെ, നിങ്ങൾ അവരെ വിളിക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ഇപ്പം രണ്ട് കാര്യം അള്ളാഹ് പറഞ്ഞു തന്ന്. ഒന്ന്, നിങ്ങൾ വിളിച്ച് മുഹമ്മദ് നബിക്കൊരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവില്ല. മുഹമ്മദ് നബിയെ പോലുള്ളവർക്ക് ഓല വിളിച്ചാൽ കേൾക്കാനുള്ള കഴിവില്ല. ഈ രണ്ട് കഴിവും അവർക്കുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഉസ്താദ് വിചാരിക്കുന്നതാണെങ്കിൽ, വിശ്വസിക്കുന്നതാണെങ്കിൽ ഒരു കാഫറാണ്. ഉസ്താദേ. പിന്നെ അടുത്ത് ആയത്തുകൊണ്ട് തന്നെയാ തെളിയിച്ച്. അള്ളാഹ് രണ്ട് കാര്യം ഒരൊറ്റ വചനത്തിൽ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവില്ല.
ഉണ്ട് എന്നൊരു ഏതെങ്കിലും ഒരു ഉസ്താദ് വിശ്വസിച്ചാലോ കാഫറാണ്. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കൂല. അവർ കേട്ടാൽ, മരിച്ചുപോയ അമ്പി ഔലിയാക്കന്മാർ കേൾക്കുമെന്നൊരു മുസ്ലിയാർ വിചാരിച്ചാൽ ഓൻ കാഫറാണ്. ഇപ്പൊ 2 പ്രാവശ്യം ഒരു മുസ്ലിയാർ കാഫറായി. ബാക്കി ഹദീസ് പിന്നല്ലേ ഒന്നാം പ്രമാണ ഞാൻ ഓതിയേ. ഹദീസ് 2ാം പ്രമാണ. ഇസ്ലാമിലെ 2ാമത്തെ പ്രമാണ ഹദീസ്. 1ാമത്തെ പ്രമാണത്തിൽ ഞാൻ തെളിയിച്ചു തന്നു. 1, ഓലിക്ക് അമ്പിയ ഔലിയാക്കന്മാർക്കൊരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവില്ല. 2, അമ്പിയ ഔലിയാക്കന്മാരെ വിളിച്ചാൽ അവർക്ക് കേൾക്കാനുള്ള കഴിവില്ല. ഇത് 2ഉം CK കല്ലേരി ഖുർആൻ ഓതി തെളിയിച്ചു തന്നു. ബാക്കി പറ. ഇത് 2ഉം വിശ്വസിക്കാത്ത മുസ്ലിയാക്കന്മാർ കാഫിരിങ്ങളാകുന്നു. അടുത്ത് എൻ്റെ തൊള്ള കൊണ്ട് വിളിച്ചു പറഞ്ഞതല്ല, ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങളെ കേൾപ്പിച്ചതാ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ബാക്കി ഇൻ തദൂഹും, നിങ്ങൾ അവരെ, ഉസ്താദുമാരെ നിങ്ങൾ അവരെ വിളിച്ചാൽ, ആരെയാ നിങ്ങൾ വിളിക്കാറ്? നിങ്ങൾ ശ്രീരാമനെ വിളിക്കുക, ശ്രീകൃഷ്ണനെ വിളിക്കുക, ഗുരുവായൂരപ്പനെയോ കൊടുങ്ങല്ലൂരമ്മനെയോ വിളിക്കുക, ബിംബത്തെയോ വിഗ്രഹത്തെയോ നിങ്ങൾ വിളിക്കുക, കന്യാമറിയത്തെ വിളിക്കുക, യേശുക്രിസ്തുവിനെ വിളിക്കുക. ആരെയും നിങ്ങൾ വിളിക്കാറ്? പശുവിനെയും പാമ്പിനെയും വിളിക്കാറുണ്ടോ? പറസതെ നിങ്ങൾ വിളിക്കാറ് ബദിരീങ്ങൾ, മുഹമ്മദ് നബി, മൊയ്തീസ്യങ്ങൾ, മനമ്പത്ത ബീവി, കുപ്പസ്വാമി, മമ്പർന്തങ്ങൾ, ഉള്ളാൾന്തങ്ങൾ, അജ്മീർ, നാഗൂർ, ഏർവാടി, മുത്തുപേട്ട, CM മടവൂർ, റിഫായ് ഷേഖ് അല്ലേ? ഇത്തരം ആൾക്കാരെയാണ് നിങ്ങൾ വിളിക്കാറ്. അവരാ ഇൻ തദൂഹും, അവരൊന്ന് വിളിച്ചു നോക്കില്ല. യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കൂല. CK കല്ലേരിയല്ല പറയുന്നത്, അള്ള പറഞ്ഞതാ. അഥവാ കേട്ടാൽ അവർക്കൊരു ഈത്തപ്പഴക്കുരുവി, അമ്പിയ ഔലിയാക്കന്മാർക്കൊരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്ക് കഴിവുണ്ടായാൽ, അവരോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർ കേട്ടാൽ, ഖുർആൻ എന്തിനു പറ്റൂ ഉസ്താദേ? പിന്നെ ഈ ഖുർആൻ എന്തിനു പറ്റൂ? ഇതാരോട് ഓതി പറയാൻ പറ്റൂ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിനെതിരെ ഭൂമിയിൽ സംഭവിച്ചാൽ ഖുർആൻ എന്താ ഉസ്താദേ നിങ്ങൾ മനസ്സിലാക്കിയേ? അള്ളാഹു ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞ അതിനെതിരെ ഭൂമിയിൽ സംഭവിക്കുന്നു. ഉസ്താദ് നിങ്ങൾ ഖുർആനെ പറ്റി എന്താ മനസ്സിലാക്കിയേ? ബദരീങ്ങളെ റസൂലിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നല്ലേ? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ പറ്റിയാ ഖുർആനെ പറഞ്ഞേ. അവരൊക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നല്ലേ? അവർക്കൊരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവില്ല. ഉണ്ടോ ഉസ്താദേ? ബദരീങ്ങൾക്കും മുഹമ്മദ് നബിക്കും ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടുണ്ടാക്കാൻ കഴിവുണ്ടോ ഇല്ലേ? ഇപ്പം പറയണോ? ഉണ്ട് എന്ന നിങ്ങൾ പറയുന്ന നിങ്ങൾ കാഫറാണ്. അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. ബദരീങ്ങളും കേൾക്കില്ല, മുഹമ്മദ് നബിയും കേൾക്കില്ല. കേൾക്കുമെന്ന് വിചാരിച്ചാൽ ഉസ്താദ് നിങ്ങൾ കാഫറാണ്. മറുപടി പറ. ഇത്രയും ഞാൻ തെളിയിച്ചു. ഇതിൻ്റെ അപ്പുറം ഒരു തെളിവും പ്രപഞ്ചത്തിൽ ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യർക്ക് ഇത്രയേ തെളിവ് വേണ്ടു, മൊയ്ലിയമാർക്ക് ഒഴികെ. മൊയ്ലിയമാർക്ക് തെളിവ് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഞാൻ യോഗ്യ ആയത്തുകൾ ഞാൻ വിശദീകരിച്ച് വ്യക്തമായ തെളിവാണ്. ഇതിൻ്റെ അപ്പുറം ഒരു തെളിവ് ഈ പ്രപഞ്ചത്തിൽ ഒരുത്തനും ആവശ്യമില്ല.